വെൽക്കം. ആൾട്ടർനേറ്റർ പാർട്ട് 10 വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. EMF ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആൾട്ടർനേറ്ററിൻ്റെ എന്തായിരുന്നു? 4.44 KC KD 5FT അല്ലേ? KC എന്താണ്? കോയിൽ സ്പാൻ ഫാക്ടർ. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെന്നുള്ള കാര്യം. ഇനി KD ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു വൈൻഡിങ് ആണ് കാണുന്നത് പിക്ചറിൽ. ഈ പിക്ചറിലെ വൈൻഡിങ് എങ്ങനെയാണ്? നമ്മൾ നോക്കി നോക്കുക. ABC എന്നുള്ള 3 വൈൻഡിങ്സ് 3 സെപ്പറേറ്റ് സ്ഥലത്തായിട്ട് കാണിക്കുന്നത് അല്ലേ? A ഒരു സ്ഥലത്ത്, B ഒരു സ്ഥലത്ത്, C ഒരു സ്ഥലത്ത്. അങ്ങനെ ആയിരിക്കും എന്താ പ്രശ്നം ഉണ്ടാവുന്നത്? ഓക്കെ, ഇതെല്ലാം B വൈൻഡിങ്സ്, ഇതെല്ലാം ഒരു ഭാഗത്ത്. ഈ C എന്നുള്ള വൈൻഡിങ് എല്ലാം വേറെ ഭാഗത്ത്, B എന്നുള്ള വൈൻഡിങ് എല്ലാം വേറെ ഭാഗത്ത്. ഓക്കെ, ഇതൊരു ഐഡിയൽ സെറ്റിംഗ് ആണ്. ഇങ്ങനെയല്ല ശരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അപ്പം ഇത് നമ്മൾ ചിത്രത്തിൽ കാണിക്കുന്ന ഒരു 3 ഫേസ് വൈൻഡിങ് ആണെങ്കിൽ സ്റ്റാർ ഇങ്ങനെ കാണിക്കും അല്ലേ? അപ്പോൾ 3 വൈൻഡിങ് വേറെ വേറെയാണ് നമ്മൾ ഫിസിക്കലി മനസ്സിലാക്കുന്നത്. ഈ സ്റ്റാറിൻ്റെ കണക്ഷൻ പറയാം. ഡെൽറ്റ ആണെങ്കിൽ 3 വൈൻഡിങ് ഉണ്ട്, അത് സെപ്പറേറ്റ് കാണിക്കുന്നു. ഇതൊക്കെ തിയററ്റിക്കൽ പറയുന്നതാണ്. പ്രാക്ടിക്കലി ഇങ്ങനെ ഓരോ സ്ഥലത്ത് സെപ്പറേറ്റ് ആയിട്ടല്ല വൈൻഡിങ് വെക്കുന്നത് മെഷീൻ്റെ അകത്ത്. ഓക്കെ, അത് വെക്കുന്നത് ഈ തരത്തിലാണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ്. അതായത് എയും ബിയും എയും സിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അതെന്താണ് അങ്ങനെ വെക്കാൻ കാരണം? കാരണം ഫ്ലക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മൊത്തം മെഷീൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവണം. എങ്കിലേ പ്രോപ്പറായിട്ട് ഷാഫ്റ്റിന് റൊട്ടേഷൻ കിട്ടും. അല്ലെങ്കിൽ എന്ത് പറ്റും? അൺബാലൻസ്ഡ് ആയിട്ടുള്ള റൊട്ടേറ്റിംഗ് ടോർക്ക് ആയിരിക്കും, പ്രോപ്പർ റൊട്ടേഷൻ കിട്ടില്ല. മെഷീൻ വർക്ക് ചെയ്യില്ല. തിയററ്റിക്കൽ മാത്രമേ ഈ രീതിയിൽ വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രാക്ടിക്കലി ചെയ്യുന്ന വൈൻഡിങ്ങിൻ്റെ പേരാണ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഒരിക്കലും ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ വൈൻഡിങ് വെക്കില്ല. ഓക്കെ, സോ നമ്മൾ തിയറി പറയുന്നതും പ്രാക്ടിക്കൽ ചെയ്യുന്നതും ഇതാണ് ഡിഫറൻസ്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു സ്ഥലത്ത് BC ഉണ്ടായിരിക്കും, ഒരു സ്ഥലത്ത് AC ഉണ്ടായിരിക്കും, BA ഉണ്ടായിരിക്കും. അപ്പോൾ 3 വൈൻഡിങ് ചേർത്തിട്ടാണ് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവും? ഫ്ലക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓരോ വൈൻഡിങ്ങിൻ്റെയും വേറെ വേറെ ആണെങ്കിലും ഫ്ലക്സ് ടോട്ടലി ബാലൻസ്ഡ് ആയിരിക്കും മെഷീൻ്റെ എല്ലാ ഭാഗത്തും. അതുകൊണ്ട് തന്നെ മെഷീൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം എന്താണ് മനസ്സിലായല്ലേ? ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചാലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള വൈൻഡിങ് ചെയ്താലുള്ള ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ ആവശ്യം ഇവിടെയാണ് വരുന്നത്. ഓരോ മെഷീനിലും ഇങ്ങനെ വെക്കുമ്പോൾ അത് വോൾട്ടേജ്, ഒരു കോയിൽ, ഇപ്പോൾ C എന്നുള്ളൊരു കോയിലിൽ വോൾട്ടേജ് ഉണ്ടാവും, ഇവിടുത്തെ Cയിൽ വോൾട്ടേജ് ഉണ്ടാവും. ഈ വോൾട്ടേജ് എല്ലാം ആഡ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് ആയിരിക്കില്ല, വെക്ടർ സം ചെയ്യേണ്ടി വരും ഡിസ്ട്രിബ്യൂട്ടഡ് ചെയ്യുമ്പോൾ. ഇങ്ങനെ B ആണെങ്കിൽ ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് ആഡ് ചെയ്താൽ മതിയായിരുന്നു. അരിത്തമെറ്റിക് സം എന്ന് പറയാം. വോൾട്ടേജ് നേരെ ഇപ്പോൾ ഒന്നിൻ്റെ വോൾട്ടേജ് 10 ആണെന്ന് വെച്ചോ, 10 + 10 + 10 അങ്ങനെ 20-30 വോൾട്ട് കിട്ടിയെന്ന് വരിക, നോ ഇഷ്യൂ. അതിന് അരിത്തമെറ്റിക് സം എന്ന് പറയും. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന നേരത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന കോയിൽ വോൾട്ടേജ് എല്ലാം വെക്ടറായിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫേസ് വൈൻഡിങ്ങിലത്തെ ഡിഫറെൻറ്റ് കോയിൽസത്തെ വോൾട്ടേജ് നേരെ ആഡ് ചെയ്യാൻ പറ്റില്ല. അരിത്തമെറ്റിക്കലി നമുക്ക് വെക്ടറിക്കലി ആഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കോയിലുണ്ടാകുന്ന വോൾട്ടേജും ദർ ഇസ് എ ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഒരു ചെറിയ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അപ്പം ഒരു കോമൺ EMF ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഉണ്ടെങ്കിൽ ആ ഫാക്ടർ അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊടുത്താൽ നമ്മുടെ EMF ഇക്വേഷൻ സകല ആൾട്ടർനേറ്ററും ഒരൊറ്റ ഒന്ന് മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ ഡെഫിനീഷൻ? ഓക്കെ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സംതിങ്. ഇതിന് പറയുന്ന വേറെ പേരുകൾ ബ്രെഡ്ത്ത് ഫാക്ടർ എന്ന് പറയും, സ്പ്രെഡ് ഫാക്ടർ എന്ന് പറയും, അതായത് വൈൻഡിങ് ഫാക്ടർ എന്ന് പറയും. കോമൺലി മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: EMF വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഡിവൈഡഡ് ബൈ EMF വിത്ത് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. അപ്പോൾ മനസ്സിലായില്ലേ? ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഉണ്ടാകുന്ന കോയിലുണ്ടാകുന്ന വോൾട്ടേജ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ആകുന്ന വോൾട്ടേജ്, ഇത് രണ്ടും കൂടി നമ്മൾ റേഷ്യോയിലാണ് എന്ത് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് കോയിലിൻ്റെ കേസ് പറഞ്ഞു. ഇപ്പം AB എന്ന് അവസാനിക്കുന്ന എൻഡുള്ള ഒരു കോയിലാണെന്ന് വെച്ചു, AB. ഇത് BC, ഇത് BCD. അപ്പോൾ 3 കോയിൽ നമുക്ക് കിട്ടി.
മൂന്ന് കോയിലിൻ്റെ വോൾട്ടേജും E1 ആണെന്ന് വെച്ചു. E1 ആണ് ഓരോ കോയിലും ഉണ്ടാകുന്ന വോൾട്ടേജ്. അരിത്തമെറ്റിക്കൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ 3E1 ആവും. അത് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങിലാണെങ്കിൽ 3E1 ആയിരിക്കും, ഓർ മേ ബി ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ആയിരിക്കും അരിത്തമെറ്റിക് സം. പക്ഷേ റിസൾട്ടൻറ്റ് വോൾട്ടേജ് എങ്ങനെയായിരിക്കും? റിസൾട്ടൻറ്റ് വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിൽ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് റിസൾട്ടൻറ്റ് വോൾട്ടേജ്. നമുക്ക് റിസൾട്ടൻറ്റ് വോൾട്ടേജ് കിട്ടണം. അപ്പം ഈ കോയിൽ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അതിനുള്ള ആംഗിളാണ് ബീറ്റ എന്നുള്ള ആംഗിൾ. എ ബിയും ബി സിയും തമ്മിൽ ബീറ്റ ഡിഫറൻസ്, ബി സിയും സി ഡിയും തമ്മിലും ആംഗിൾ ബീറ്റ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ബീറ്റയാണ് ഇവിടുത്തെ ഡിഫറൻസ് ഓർ ആംഗിൾ ഡിഫറൻസ്. ഓക്കെ, നമ്മൾ ആദ്യമേ ഒന്ന് പറഞ്ഞു വയ്ക്കാം എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ. നമ്മൾ അവസാനം കാണാൻ പോകുന്നത് ഇക്വേഷൻ ഇതാണ്: എൻ സൈൻ എൻ ബീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ എൻ സൈൻ ബീറ്റ ബൈ 2. ഇതായിരിക്കും നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സൈൻ എൻ ബീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ എൻ സൈൻ ബീറ്റ ബൈ 2. അത് നമ്മളൊന്ന് പ്രൂവ് ചെയ്യാണ് നെക്സ്റ്റ് സ്ലൈഡ്സിൽ. ഓക്കെ, ലെറ്റ് us go. ഓക്കെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ എ ബി, ബി സി, സി ഡി, മൂന്ന് കോയിൽസ് എയിൽ തുടങ്ങി അവസാനിക്കുന്നു, ബിയിൽ അവസാനിക്കുന്നു, ബിയിൽ തുടങ്ങിയിട്ട് സിയിൽ അവസാനിക്കുന്നു, സിയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന കോയിൽ സൈഡ്സ് നമുക്ക് കാണാം. ഓക്കെ, സോ അതിലുള്ള ആംഗിൾ ബീറ്റ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി. ആംഗിൾ ബീറ്റ ഇത് എ ബിയിലുണ്ടാകുന്ന വോൾട്ടേജും ബി സിയിലുണ്ടാകുന്ന വോൾട്ടേജും സി ഡിയിലുണ്ടാകുന്ന വോൾട്ടേജും പെർഫെക്റ്റ്ലി സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ EMF മൂന്ന് കോയിൽസിലും സെയിം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് എന്താ? എ ഡി. നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എ ഡിയുടെ ഡിസ്റ്റൻസ്, എ ഡിയിലുണ്ടാകുന്ന വോൾട്ടേജാണ് നമ്മളുടെ റിസൾട്ടൻറ്റ് EMF എന്ന് പറയാൻ പോകുന്നത്, എ ഡി. അപ്പോൾ അത് എ ഡി കണ്ടെത്തുക നമ്മളുടെ ആവശ്യം ഇപ്പം. ഓക്കെ, എ ഡി കണ്ടെത്താണ് നമ്മളുടെ ആവശ്യം. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം? അതിൻ്റെ കേസുകളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒ എ ഇങ്ങനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കും. ഓക്കെ, എ ഡി എന്നുള്ളതിൻ്റെ പെർപെൻഡിക്കുലർ വരച്ചു OH. ഓക്കെ, പിന്നെ എ ബി എന്നുള്ളതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും OA. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ? മുന്നേ ഉണ്ടായിരുന്നില്ല അത്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ രണ്ട് പെർപെൻഡിക്കുലേഴ്സ് വെച്ചു. എ ഡിക്ക് പെർപെൻഡിക്കുലർ എച്ചിലെത്തി OH, ആൻഡ് എ ബിക്ക് പെർപെൻഡിക്കുലർ AG വരച്ചു. ഓക്കെ, ഇനി എന്താ നോക്കുക? OBA, ആംഗിൾ OBA ഈക്വൽ ടു ആംഗിൾ OBC. ഏതാണ് ആംഗിൾ OBA? OBA എന്ന് പറഞ്ഞാൽ ഇത്. ഓക്കെ, OBC എന്ന് പറഞ്ഞാൽ ഇത്. രണ്ടിൻ്റെയും ലെങ്ത്ത് സിമിലർ ആണ്, രണ്ടിൻ്റെയും ആംഗിൾ സിമിലർ ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയ കാരണം. രണ്ടും എ ബിയും ബി സിയും ഈക്വൽ ആണ്, ഒറ്റ സെയിം ഡിസ്റ്റൻസ് ആണ് OB എന്ന് പറഞ്ഞാൽ. സോ ഈ രണ്ട് ആംഗിളും തുല്യമായിരിക്കും. ഓക്കെ, ആ ആംഗിൾ തുല്യമാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്ത് പറയാം? ഈ ടോട്ടൽ ലെങ്ത്ത് അത് 180 ആണെന്ന കാര്യം നമുക്കറിയാം അല്ലേ? സോ ദിസ് ഈസ് 180. അപ്പോൾ OBA പ്ലസ് OBC പ്ലസ് ബീറ്റ, ആ ബീറ്റയും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ നമുക്ക് 180 ഡിഗ്രീസ് കിട്ടും. ഓക്കെ, 180. ഇതാദ്യമേ പറഞ്ഞു OBAയും OBCയും തുല്യമാണ്. അപ്പോൾ എന്ത് ചെയ്താൽ നമുക്ക് 2 ആംഗിൾ OBA പ്ലസ് ബീറ്റ 180. ഓക്കെ, അത് എഴുതി. അപ്പോൾ എന്താ 2 ആംഗിൾ OBAയുടെ ഇക്വേഷൻ ആക്കി മാറ്റാം 180 മൈനസ് ബീറ്റ. ഓക്കെ, 180 മൈനസ് ബീറ്റ എന്ന ഇക്വേഷൻ കിട്ടി. ഇനി ആംഗിൾ OBA എന്നിട്ടു. അപ്പോൾ എന്ത് ചെയ്യും? 2 എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് 180 മൈനസ് ബീറ്റ ബൈ 2. 180 മൈനസ് ബീറ്റ ബൈ 2 എന്നുള്ളതിന് വേറെ രീതിയിൽ എഴുതാം 90 മൈനസ് ബീറ്റ ബൈ 2. രണ്ടും സെയിം തന്നെ അല്ലേ? അപ്പോൾ ആംഗിൾ OBAക്ക് നമുക്കൊരു ഇക്വേഷൻ കിട്ടി 90 മൈനസ് ബീറ്റ ബൈ 2. അതിനെന്ത് പറയാം? ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക, ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് നോക്കാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ വരച്ചു OBG. ഇത് ഓൾറെഡി OBG എന്നുള്ള സാധനം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? ക്ലിയർ? അപ്പം OBA എന്ത് പറയാം? 90 മൈനസ് BOG. ആൾറെഡി ഈ ആംഗിൾ എന്താണ്? ഇറ്റ് ഈസ് 90 ഡിഗ്രീസ് പെർഫെക്റ്റ്ലി. അപ്പം ആംഗിൾ OBA ഈസ് ഈക്വൽ ടു 90 മൈനസ് BOG അല്ലേ? സോ ഈ ഒരു സെക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ രണ്ട് ആംഗിൾ ഉണ്ട്, 90 അല്ലാത്തത്, OBG ആൻഡ് BOG. ഈ രണ്ടും വെച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പറയുന്നു. OBA, ആംഗിൾ OBA. ഏതാണ് ആംഗിൾ OBA എന്ന് നോക്കാം. OBA എന്ന് പറഞ്ഞാലും OBG എന്ന് പറഞ്ഞാലും സെയിം തന്നെ. ഓക്കെ, അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കാണുന്നത്. ആംഗിൾ OBA ഈസ് ഈക്വൽ ടു 90 മൈനസ് ആംഗിൾ BOG. BOG എന്ന് പറഞ്ഞാൽ BOG അല്ലേ? മുകളിലത്തെ BOG. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് ഇക്വേഷൻ കിട്ടി. അതിന് നമ്മൾ ഇക്വേഷൻ 2 എന്ന് പേര് കൊടുക്കുന്നു. ഇക്വേഷൻ 2. ഇനി എന്താണ്? ആംഗിൾ OBA ഈസ് ഈക്വൽ ടു ആംഗിൾ OBG. ഇത് രണ്ടും തുല്യമാണ് ആൾറെഡി.
ആംഗിൾ ഒ ബി എയും ആംഗിൾ ഒ ബി ജിയും തുല്യമായിരിക്കും. ആംഗിൾ ഒ ബി എ ആൻഡ് ആംഗിൾ ഒ ബി ജി രണ്ടും ഒരേ സാധനത്തിനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 90 മൈനസ് ആംഗിൾ ബി ഒ ജി, ഈ സംഭവം തന്നെ ഇക്വേഷൻ 2 തന്നെയാണ് അത് അല്ലേ. 90 മൈനസ് ബി ഒ ജി ഇത് തന്നെ. അതിൽ പറഞ്ഞത് ഒ ബി എയും ഒ ബി ജിയും തുല്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് 90 മൈനസ് ബി ഒ ജി. ആംഗിൾ ബി ഒ ജി ഇസ് ഇക്വൽ ടു 90 മൈനസ് ഒ ബി എ. ആംഗിൾ ബി ഒ ജി എന്നൊക്കെ ഏതാ, ബി ഒ ജി, ഇതാണ് ആംഗിൾ ബി ഒ ജി. 90 മൈനസ് ഒ ബി എ. ഒ ബി എ എന്നാണുള്ളത്, ഇത് ഓൾറെഡി 90 ഡിഗ്രീസ് എന്നറിയാം. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ആംഗിൾ ബി ഒ ജി ഇസ് ഇക്വൽ ടു 90 മൈനസ് ഒ ബി എ. അപ്പം ആംഗിൾ ബി ഒ ജിക്ക് നമ്മളൊരു ഇക്വേഷൻ ഇതിൽ നിന്ന് എടുക്കാം. 90 ഇവിടെ കിട്ടിയ 90 തന്നെ. ആംഗിൾ ഒ ബി എ, ആംഗിൾ ഒ ബി എയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി. എന്താണ്, ഇറ്റ് ഈസ് 90 മൈനസ് ബീറ്റ ബൈ 2. നമ്മൾ ഇക്വേഷൻ 1 ആണ് ഇവിടേക്ക് എത്തത്. ആംഗിൾ ഒ ബി എ, ആംഗിൾ ഒ ബി എ എന്നുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഈ 90 മൈനസ് ബീറ്റ ബൈ 2 എന്നുള്ള കാര്യം നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 90 മൈനസ് ആംഗിൾ ഒ ബി എക്ക് എന്താണ്, 90 മൈനസ് ബീറ്റ ബൈ 2. അപ്പോൾ എന്തായി, 90 മൈനസ് 90 മൈനസ് ആയാൽ 90 ക്യാൻസൽ ആവും, മൈനസ് ബീറ്റ ബൈ 2 ഉള്ളത് ബീറ്റ ബൈ 2 ആയിട്ട് മാറി. ഓക്കെ, സോ ആംഗിൾ ബി ഒ ജി ഈസ് ഇക്വൽ ടു ബീറ്റ ബൈ 2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആംഗിൾ ബീറ്റ ബൈ 2. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടി, ബീറ്റ ബൈ 2 എന്നുള്ള ഈ ആംഗിൾ കിട്ടി. മുന്നത്തെ ട്രയാങ്കിളിൽ ഇതാണ് ബീറ്റ ബൈ 2 എന്നുള്ള ആംഗിൾ വരുന്നത്, ബി ഒ ജി. ആംഗിൾ ബി ഒ ജി എന്നുള്ളത് ബീറ്റ ബൈ 2 ഇങ്ങനെ കിട്ടിയെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം ആംഗിൾ എ ഒ ബി, ആംഗിൾ ബി ഒ സി, ആംഗിൾ സി ഒ ഡി. ഈ സംഭവം എന്താണ്, ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. ആംഗിൾ ബി ഒ സി എന്നുള്ളതാണ്, ബി ഒ സി എന്ന് പറഞ്ഞാൽ ഇതാണ്. ആംഗിൾ സി ഒ ഡി, ഈ സംഭവം ഇതാണ് അല്ലേ. ഇത് തുല്യമാണെന്ന് നമുക്കറിയാം, ഇത് തുല്യമായിട്ട് വരും. ഇതെല്ലാം കൂടി എന്താണ് ഇക്വേഷൻ വരാം, അത് ആക്ച്വലി ബീറ്റ എന്നായി മാറി. അതെങ്ങനെ ബീറ്റ എന്ന്, ഇത് ഇതിൻ്റെ ഫുൾ ആംഗിളാണ്, ഇതിൻ്റെ ഹാഫാണ് ബീറ്റ ബൈ 2. അപ്പോൾ ഇതെന്ത് പറ്റി, ഇത് ബീറ്റ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ആംഗിൾ ബീറ്റയാണ്. അപ്പോൾ ടോട്ടലി ഈ 3 ട്രയാങ്കിളും ഈ 3 ആംഗിളും ഈ പറഞ്ഞിരിക്കുന്ന എ ഒ ബി, ബി ഒ സി, സി ഒ ഡി 3 എന്താണ്, ബീറ്റ എന്നുള്ള ആംഗിളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഇതെന്ത് മനസ്സിലാക്കാം, എ ഒ ഡി എന്നുള്ള ആംഗിൾ, എ ഒ ഡി എന്ന് പറഞ്ഞാൽ എൻ ബീറ്റ ആയിരിക്കും. ഇപ്പം 3 നമ്മൾ കാണിക്കുന്നത് 3 ബീറ്റ എന്ന് പറയാം. 3 ബീറ്റയ്ക്ക് പകരം നമ്മൾ എൻ ബീറ്റ ആണ്. ഏത് നമ്പർ ഓഫ് ആംഗിൾസ് ആയാലും എൻ ബീറ്റ ആയിരിക്കും. ഓക്കെ, സോ എൻ ബീറ്റ, ആംഗിൾ എ ഒ ഡി എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. അതിന് പറയുന്ന പേരാണ് എൻ ബീറ്റ, ഓർ അതിൻ്റെ വാല്യൂ ആണ് എൻ ബീറ്റ. റിസൾട്ടൻ്റ് വെക്ടർ സം നോക്കാം. എ ഡി ഈസ് ഈക്വൽ ടു 2AH. നമ്മളുടെ ആവശ്യം ഫൈനലി എന്താണ്, എ ആൻഡ് ഡി അത് എത്രയാണ് വാല്യൂ എന്ന് കണ്ടുപിടിക്കണം. എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് എ എച്ച്. ആ എ എച്ചിൻ്റെ ഡബിൾ ആയിരിക്കും എ ഡി. എ ഡി ഈസ് ഈക്വൽ ടു 2AH. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ, ഈ ട്രയാങ്കിൾ ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കാം നമുക്ക്, ഇത്രയും പാർട്ട്. ഓക്കെ, സോ നോക്കാം. ഇതിലത്തെ എ എച്ചും എച്ച് ഡിയും നമ്മൾ എടുത്തു. ഇത് ടോട്ടലി എൻ ബീറ്റയാണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും, ഹാഫ് എൻ ബീറ്റ ബൈ 2. നമുക്ക് നോക്കാം. സൈൻ എൻ ബീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു OH ബൈ AH ബൈ OA. ഈ സൈൻ എൻ ബീറ്റ ബൈ 2 ആക്ച്വലി എൻ ബീറ്റ ബൈ 2 എന്നുള്ള ആംഗിൾ ഇവിടെയുണ്ട്. സൈൻ അറിയാം, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എന്തായിരിക്കും, AH ഡിവൈഡഡ് ബൈ OA. ഓക്കെ, സോ ഇതിവിടെ കിട്ടി. സൈൻ എൻ ബീറ്റ ബൈ 2 എന്നുള്ള AH ബൈ OA ആണ്. അപ്പോൾ OA സൈൻ എൻ ബീറ്റ ബൈ 2 ആയിരിക്കും AH. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും AHൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ AHൻ്റെ വാല്യൂ എത്രയാണ്, OA സൈൻ എൻ ബീറ്റ ബൈ 2. ഓക്കെ, എ ഡി എന്ന് പറഞ്ഞാൽ 2AH ആണെന്നുള്ള ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ എന്താ എഴുതാം, എ ഡി എന്ന് പറഞ്ഞാൽ 2AH അല്ലേ. 2 ഇവിടെ ഉണ്ട്. AH എന്ന് പറഞ്ഞാൽ OA സൈൻ എൻ ബീറ്റ ബൈ 2. ഓക്കെ, അപ്പോൾ വെക്ടർ സമ്മിൻ്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി. എന്താണ് വെക്ടർ സമ്മിൻ്റെ ഇക്വേഷൻ, 2OA സൈൻ എൻ ബീറ്റ ബൈ 2. നമുക്ക് എ ഡി കിട്ടി, എ ഡി എന്നുള്ളതിൻ്റെ വാല്യൂ കിട്ടി. അതാണ് OA സൈൻ എൻ ബീറ്റ ബൈ 2. ഓക്കെ, നമുക്കെന്ത് വേണം, അരിത്തമാറ്റിക്സ് നമ്മൾ കണ്ടണം. അരിത്തമാറ്റിക്സ് പറഞ്ഞാൽ AB, BC, CD ഇത് 3 കൂടി ആഡ് ചെയ്തതാണ്. ഓക്കെ, ആഡ് ചെയ്യുന്നതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടണം.
അത് ഈ ബീറ്റയുടെ റെഫറൻസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. എൻ എ ബി, എ ബിയും ബി സിയും സി ഡിയും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എൻ എ ബി എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. എൻ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതാണ് എ ബി. ഓക്കെ, എ ബി. അപ്പോൾ ഇത് എ ജി. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എന്താ, 2AG. അപ്പോൾ എൻ ഇൻറ്റു 2AG ആയി മാറി എൻ എ ബി എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ആംഗിൾ എന്താണ് വരുന്നത്, β/2 അല്ലേ. ഈ ആംഗിൾ β/2. ഈ ആംഗിൾ β/2 ആണെങ്കിൽ സൈൻ β/2 എന്തായിരിക്കും, സൈൻ β/2. സൈൻ β/2 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, അതായത് AG ഡിവൈഡഡ് ബൈ OA. ഓക്കെ, AG ഡിവൈഡഡ് ബൈ OA, അതാണ് സൈൻ β/2. ഓക്കെ, അപ്പോൾ OA സൈൻ β/2 എന്ന് എഴുതിയാൽ എന്തായിരിക്കും, OAയും ഇതിലത്തെ OAയും ക്യാൻസൽ ആയിരിക്കും, നമുക്ക് AG എന്ന് കിട്ടും. അപ്പോൾ AGയുടെ വാല്യൂ കിട്ടി. അപ്പോൾ AGയുടെ വാല്യൂ വേറെ രീതിയിൽ എഴുതിയതാണ് ഇവിടെ OA സൈൻ n β/2. എങ്ങനെയാണ് നമ്മൾ എഴുതിയത്, ഈ β/2 എന്നുള്ള സാധനം റെഫറൻസ് ആക്കി വെച്ചിട്ട് AGയുടെ വാല്യൂ മാറ്റി എഴുതിയെന്ന് മാത്രം. ക്ലിയർ അല്ലേ. അപ്പോൾ n ഇൻറ്റു 2OA സൈൻ n β/2 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി, അരിത്തമാറ്റിക് സമം കിട്ടി നമുക്ക്. നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയും EMF വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്, EMF വിത്ത് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. മുകളിലത്തെ വെക്ടർ സമം, താഴത്തെ അരിത്തമാറ്റിക് സമം. നമുക്കത് ചെയ്യാം. 2OA സൈൻ n β/2 ആണ് മുകളിലുണ്ടാവുക, ഈ ഐറ്റം. ഓക്കെ, ഇതേതാണ് 2OA വെക്ടർ സം കിട്ടി, ആൻഡ് ഈ സമം അരിത്തമാറ്റിക് സം. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും കിട്ടുന്നത്, സൈൻ n β/2. 2OA എന്നുള്ള കാര്യം മുകളിൽ ക്യാൻസൽ ആവും, താഴത്ത് n മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈൻ n β/2 ഡിവൈഡ് ബൈ n സൈൻ β/2. സോ ഇതാണ് ഒരു ആൾട്ടർനേറ്ററിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.